ഹായ് ഓൾ. അപ്പോൾ പുഷ്പ 2 കണ്ടു. പടത്തെ പറ്റി പറയുന്നതിന് മുന്നേ ഇതിൻ്റെ അകത്ത് രശ്മിക മന്ദന, അഥവാ നമ്മുടെ ശ്രീവല്ലിനെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇങ്ങനെ കൊന്നു തള്ളിയിരുന്നെങ്കിൽ ഈ വധം നമ്മൾ കാണേണ്ടി വരത്തില്ല. അത് എൻ്റെ ദൈവമേ. 4 മണിക്ക് എണീറ്റാണ് ഈ പടം കാണാൻ പോയത്. 3 മണിക്കൂർ 20 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. ഈ ഡ്യൂറേഷൻ കൊണ്ട് തന്നെ പലതവണ ഇതിന് പോകണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാൽ കൂടി റിവ്യൂ ഇടണമല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും പോയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പോയി തല വെച്ചു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഫസ്റ്റ് അല്ലു അർജുൻ അവർ തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആ രീതിയിൽ പോകും. ഒരു ആവറേജ് രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോയി. നമ്മൾ പ്രഡിക്റ്റബിൾ ആണ് മൊത്തത്തിൽ. എന്നിരുന്നാൽ കൂടി നമുക്ക് കണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇത് തോന്നത്തില്ല. മാസ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്ത് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഫസ്റ്റ് ഹാഫ് തീർന്നു. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ പ്യുവർ ക്ലീഷെ ക്രിഞ്ച് പാസം. അതിൽ ചെറിയ ചെമ്പാസമുണ്ട്, അമ്മ പാസമുണ്ട്, മറ്റേ എന്തൊക്കെ പാസമുണ്ട് എല്ലാം കുത്തി നിറച്ചിട്ടുണ്ട്. ശരിക്കും ഒരു സീരിയൽ കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ രശ്മിക മന്ദനയുടെ കുറെ ക്രിഞ്ചി സീക്വൻസുകൾ. പടം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് നിർബന്ധമില്ല. OTT എല്ലാവരും കണ്ടാൽ മതിയായിരിക്കും.